ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ കുക്കിങ്ങിലാണ്. അപ്പോൾ ഇപ്പോൾ കൂടുതലായിട്ട് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് രാവിലെ ഫ്രഷായിട്ട് കുക്ക് ചെയ്യാണ്. ചില ദിവസങ്ങളിൽ ഡിന്നറിന് വേണ്ടിയിട്ട് ഡിന്നറിന് റെഡിയാക്കുന്ന ടൈമിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനും കൂടെ ഉള്ളത് എടുത്തു വെക്കാറുണ്ട്. ഇപ്പോൾ എന്തോ കൂടുതലും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയുള്ളത് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയുള്ള രാവിലെ തന്നെ ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്യലാണ് ഇപ്പോൾ നമ്മുടെ റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ റെഡിയാക്കുന്നത് പൂരിയും അതുപോലെ തന്നെ പൊട്ടറ്റോ ബാജിയുമാണ് ഉണ്ടാക്കുന്നത്. പൊട്ടറ്റോ ഈ ഒരു കറി ഉണ്ടല്ലോ, പൂരിയുടെ ആ ഒരു കോമ്പിനേഷൻ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പിയും കാര്യങ്ങളും ഒക്കെ ഞാൻ പിന്നീട് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ വളരെ തിരക്ക് പിടിച്ചിട്ട്, ഇത് വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ ഇക്കാക്ക് ഓഫീസിലൊക്കെ പോകാനായിട്ട് ടൈമായി വരുന്നുണ്ട്. അപ്പോൾ വളരെ തിരക്ക് പിടിച്ചിട്ട്, വളരെ ധൃതി പിടിച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കുക്കിങ്ങിലാണ്. അപ്പോൾ ഒരു 15 മിനിറ്റ്സ് മുന്നേ നമ്മൾ എന്ത് ചെയ്തു, പൂരിക്കുള്ള മാവൊക്കെ കുഴച്ച് അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ചായ റെഡിയാകുന്നു. അതുപോലെ തന്നെ നമ്മുടെ പൂരിക്ക് വേണ്ടിയിട്ടുള്ള പൂരി ബാജി ആ ഒരു കറിയും റെഡി ആയിട്ടുണ്ട്. ഇതാ പൂരി ഓരോന്നായിട്ട് നമ്മൾ പൊരിച്ച് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. കാസ്ട്രോളിലേക്കൊന്നും ഇട്ട് സെറ്റാക്കുന്നില്ല. കഴിക്കുന്നതിനനുസരിച്ച് ഓരോന്നായിട്ട് പൊരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ആ ഒരു പൊട്ടറ്റോ കറി ഉണ്ടല്ലോ, ആ പൂരിയുടെ കൂടെയുള്ള ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള ഒരു കറിയാണ്. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ ആ ഒരു കറിയുടെ റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ ഷെയർ ചെയ്യാം, നെക്സ്റ്റ് ഡേയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയ കുക്കിങ്ങും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കിച്ചണിലെ തിരക്ക് ഒക്കെ കഴിഞ്ഞു. കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളെല്ലാം ഇക്കാക്കുള്ള ചായയും അതുപോലെ തന്നെ പൂരിയും പൊട്ടറ്റോ കറിയും എല്ലാം കൊടുത്തു. ഇക്ക കഴിച്ചു. ഇനിയിപ്പോൾ അതാ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമായി. അപ്പോൾ ഇതിൽ ഞാൻ പൊട്ടറ്റോയും ഒരു 5-6 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. വളരെ ചെറിയ 5-6 പൊട്ടറ്റോയും അതുപോലെ തന്നെ ഒരു വലിയ ക്യാരറ്റും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പം പൊട്ടറ്റോയും ക്യാരറ്റും കൂടെ ഇട്ടിട്ടുള്ള ഒരു മിക്സ്ഡ് ബാജി കറി പോലെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈമായി. അപ്പോൾ ഞാൻ ഒരു കപ്പ് ചൂട് ചായയും അതുപോലെ തന്നെ 2-3 പൂരിയും പൊട്ടറ്റോ ബാജി കറിയുമാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കുറേ നാൾ കൂടിയിട്ടാണ് കഴിഞ്ഞ ദിവസം പൂരി ഉണ്ടാക്കിയത്. അപ്പോൾ പൂരി ഉണ്ടാക്കിയപ്പോഴത്തേനും എല്ലാവർക്കും വീട്ടിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നെക്സ്റ്റ് ഡേയിലും പൂരി തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു പൂരി എടുത്തിരുന്നത് നമ്മുടെ മുട്ടക്കറിയുടെ കൂടെയാണ്. ഈ ഒരു ഐറ്റം എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ചിക്കൻ കറിയുടെ കൂടെയും അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും കൂടെ, ഇതുപോലെ തന്നെ ഈ ഒരു പൊട്ടറ്റോ ബാജി കറിയുടെ കൂടെ, മുട്ടക്കറിയുടെ കൂടെ, അങ്ങനെ നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ ഉണ്ടാക്കാനാണെങ്കിൽ രാവിലെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു 10 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് റെഡിയാക്കാൻ ഭയങ്കര എളുപ്പമാണല്ലോ പൂരി എന്ന് പറയുന്നത്. നമുക്ക് അപ്പവും ദോശ, ഇഡ്ഡലി, പുട്ട് അതുപോലെ തന്നെ ഭയങ്കര എളുപ്പമായിട്ട് രാവിലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് ഞാൻ എടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള നമ്മുടെ പൂരി സെറ്റ്, പിന്നെ നല്ല ഒരു കപ്പ് ചൂട് ചായയും. അതാണ് അപ്പം എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയെന്ന് പറയുന്നത് ഇനിയിപ്പം ലഞ്ചും അതുപോലെ തന്നെ ഈവനിങ് കഴിക്കുന്നതും അതുപോലെ തന്നെ ഡിന്നർ വിശേഷങ്ങളും എല്ലാം ഈ വീഡിയോയിൽ ഞാൻ ഓരോന്നായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്ന് വീക്ക് ഡേ ആണെങ്കിൽ പോലും നമുക്ക് പുറത്ത് ഒന്ന് ഇറങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. നമുക്ക് ഈവനിങ് ഒന്ന് പുറത്ത് പോകണം. അതുകൊണ്ട് തന്നെ നമ്മുടെ പുറത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേനും അത്യാവശ്യം ലേറ്റായി. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് വിശന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിന്നർ എന്ന് പറയുന്നത് പുറത്തുനിന്നാണ്. ആ ഒരു വീഡിയോ ഒക്കെ ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഇന്ന് ഉച്ചയ്ക്കത്തേന് കഴിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്ത നമ്മുടെ ക്രീമി ചീസി വീറ്റ് പാസ്തയാണ്. അപ്പോൾ കുറച്ച് പാസ്ത ഉണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ 2 ബോയിൽഡ് എഗ്ഗ്, അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് പെപ്പർ പൗഡറൊക്കെ ഇട്ടിട്ട്
ഇതാണ് എൻ്റെ ഉച്ചയ്ക്കത്തെ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ എന്തോ ചോറ് കഴിക്കാനായിട്ട് ഇപ്പോൾ എന്തോ വല്ലാത്തൊരു മടി. അപ്പം ഈ വക ഐറ്റംസൊക്കെ ആയിട്ടാണ് ഇപ്പോഴത്തെ ലഞ്ച് കഴിക്കൽ പരിപാടി എന്ന് പറയുന്നത്. കൂടുതലും ഇപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തോ അത് തന്നെയാണ് ലഞ്ചിനും 1-2 എണ്ണം എടുത്ത് ചുട്ട് കഴിക്കും. ഇപ്പം 2 ദോശ അല്ലെങ്കിൽ കുറച്ച് ഇഡ്ഡലി, അതുപോലെ തന്നെ 2 അപ്പം, അങ്ങനെ ചപ്പാത്തി, പുട്ട്, അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം പാസ്ത റെഡിയാക്കിയതിരുന്നത് കൊണ്ട് ഇന്ന് ലഞ്ചിന് പാസ്തയും ബോയിൽഡ് എഗ്ഗുമാണ് ലഞ്ചിന് കഴിച്ചത്. പിന്നെ ലൈറ്റായിട്ട് പാസ്തയും ബോയിൽഡ് എഗ്ഗൊക്കെ കഴിച്ചപ്പോൾ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേനും വിശന്നും. അപ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഫേവറേറ്റ് സ്പോട്ടാണ് വസന്ത ഭവൻ എന്ന് പറയുന്ന ഒരു വെജിറ്റേറിയൻ തമിഴ്നാട് റെസ്റ്റോറൻ്റ് ഉണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്താണ്, സിലിക്കൺ ഒയാസിസിൽ. അപ്പം നമ്മൾ അവിടെ നിന്ന് ഞാൻ ഒരു മൈസൂർ മസാല ദോശ ഓർഡർ ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടെ 2 ടൈപ്പ് ചട്നീസും അതുപോലെ തന്നെ വളരെ സൂപ്പറായിട്ടുള്ള സാമ്പാറുണ്ടായിരുന്നു. ഞാൻ സാമ്പാർ ഇപ്പോൾ ഈ ദോശയിലേക്ക് ഒഴിച്ചില്ല, കാരണം ഈ ചമ്മന്തി കൂട്ടി ഒന്ന് ചമ്മന്തിയിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാനാണ് തോന്നിയത്. അപ്പോൾ വളരെ ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഉള്ളിലെ പൊട്ടറ്റോ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ മസാല ദോശയുടെ ഫില്ലിങ്ങും, അതുപോലെ തന്നെ ദോശയിൽ കംപ്ലീറ്റ് അവരൊരു സ്പൈസി മൈസൂർ മസാല സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒന്ന് പുറത്തു പോയി ഒന്ന് ഹോസ്പിറ്റലിലൊക്കെ പോകണമായിരുന്നു. ഹോസ്പിറ്റൽ കേസൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് സിലിക്കൺ സെൻട്രൽ മാള്, സിലിക്കൺ ഒയാസിസിലെ സിലിക്കൺ സെൻട്രൽ മാളിലാണ്. അവിടെ ഒരു ചെറിയ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ചില്ലറ പർച്ചേസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ലേറ്റ് ആയപ്പോഴത്തേനും ഒരു 10-10:30 മണിയോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, സിലിക്കൺ ഒയാസിസിൽ തന്നെ നമുക്ക് അൽബേക്ക് ഉണ്ട്. അപ്പോൾ നമ്മുടെ സൗദി പ്രൊഡക്റ്റായ അൽബേക്ക് ഉണ്ട്. അപ്പോൾ കുറച്ച് നാളായി അൽബേക്ക് കഴിച്ചിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ ഈ സിലിക്കൺ ഒയാസിസിലെ അൽബേക്ക് എന്ന് പറയുന്നത് അവിടെ പോയിരുന്ന് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. കാരണം ഒരുപാട് സീറ്റിംഗ് കപ്പാസിറ്റിയാണ്. പിന്നെ അൽബേക്ക് ആ ഒരു ഷോപ്പിൻ്റെ ഉള്ളിൽ ഒരുപാട് സീറ്റുണ്ട്, അതുപോലെ തന്നെ ഡൈനിങ് ആയിട്ട് ഒരുപാടുണ്ട്, അതുപോലെ തന്നെ പുറത്തും വിശാലമായിട്ടുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അൽബേക്കിൽ നിന്ന് കഴിച്ചത് ബ്രോസ്റ്റഡ് ചിക്കൻ, ഒരു 4 പീസ് ബ്രോസ്റ്റഡ് ചിക്കൻ വാങ്ങിച്ചു. പിന്നെ അൽബേക്കിലെ ഫേമസ് ആയിട്ടുള്ള ചിക്കൻ നഗറ്റ്സ്, പിന്നെ ഒരു ബൗള് വാങ്ങിച്ചത്, ഒരു ബൗള് കോൾസ്ലോ സാലഡ് വാങ്ങിച്ചു. പിന്നെ നമ്മുടെ ഫേവറേറ്റാണ് അവിടുത്തെ ഡബിൾ പാറ്റി ചീസി ചിക്കൻ ബർഗർ, അങ്ങനെ അതെല്ലാം നമ്മൾ കഴിച്ചു. അപ്പോൾ ഇതെന്ന് പറയുന്നത് അവിടുത്തെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അവിടുത്തെ ഗാർലിക് ഡിപ്പ് എന്നൊക്കെ പറയുന്നത് ഇതാണ്, നമ്മുടെ ഡബിൾ പാറ്റി ചീസി ചിക്കൻ ബർഗർ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പുറത്ത് പോകുന്നത് കൊണ്ട് തന്നെ വിശന്നപ്പോൾ നമ്മൾ ഡിന്നർ പുറത്തുനിന്നായിരുന്നു. വീക്ക് ഡേ ആണെങ്കിൽ പോലും നമ്മൾ ഡിന്നർ പുറത്തുനിന്നായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ